നമസ്കാരം. വിഴിഞ്ഞം പദ്ധതിയെ സംബന്ധിച്ച് ഇന്ന് വലിയൊരു ആശങ്ക നിയമസഭയിൽ വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒരേ സ്വരത്തിൽ ആ ആശങ്ക പങ്കുവച്ചിട്ടുമുണ്ട്. ആശങ്ക മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ സർക്കാരുമായി സ്വകാര്യ പോർട്ടുകളാണ് അദാനിക്കുള്ളത്. ഒരുപാട് സ്ഥലത്ത് സ്വകാര്യ പോർട്ടുകളാണ്. പക്ഷേ സർക്കാരുമായി എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് വിസിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കി സർക്കാരുമായി എഗ്രിമെൻ്റ് വെച്ച് 30 വർഷത്തേക്ക് സർക്കാർ 15 വർഷത്തേക്ക് നോക്കും, 15 വർഷം കഴിഞ്ഞ് വിട്ടുകൊടുക്കുമെന്ന് പറഞ്ഞാൽ 30 വർഷം, ഇപ്പം 45 വർഷത്തായി. 45 വർഷം കഴിഞ്ഞ് സർക്കാരിന് തിരിച്ചു കൊടുക്കുമെന്നും 15 വർഷം കഴിയുമ്പോൾ സർക്കാരിന് 30 വർഷം കഴിയുമ്പോൾ സർക്കാരിന് എന്ത് കൊടുക്കുമെന്ന്, ലാഭം കൊടുക്കുമെന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയാണ്. പോട്ടെ, അതിൻ്റെ ന്യായാന്യായങ്ങളൊക്കെ ഇനി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പഴയ കരാറാണ്, അതെല്ലാം പോയി. ഒന്നാം ഘട്ടവും തുടങ്ങി 1000 കപ്പലും വന്നു അവിടെ. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നെ എന്താ പറയുക, എല്ലാം മാറി കഴിഞ്ഞതിന് ശേഷം ഇനി അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. പക്ഷേ ഇന്ന് നടന്നിരിക്കുന്നത്, ഇന്ന് പത്രങ്ങളിൽ MSM കമ്പനി എന്ന അന്താരാഷ്ട്ര തലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി, സ്വിറ്റ്സർലൻഡിലുള്ളൊരു കമ്പനി 13,000 കോടി രൂപ മുടക്കി വലിയ വിദേശ നിക്ഷേപത്തോടു കൂടി വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ചില ടെക്നിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇന്ന് അസംബ്ലിയിൽ വലിയ ചർച്ച നടന്നു. ഒന്നാമത്തെ വിഷയം, 49% ഷെയർ ഈ MSM കമ്പനി വാങ്ങിയെന്നാണ് വാർത്ത. പക്ഷേ 25%-ൽ കൂടുതൽ ഷെയർ ഒരു കമ്പനിക്ക് കൊടുത്താൽ അല്ലെങ്കിൽ വാങ്ങിയാൽ ഓണർഷിപ്പ് മാറും, അവർക്ക് കൂടി ഓണർഷിപ്പ് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ അദാനി പോർട്ട് എന്ന് ഇനി പറയാൻ കഴിയില്ല, MSM പോർട്ട് എന്ന് കൂടി പറയേണ്ടി വരും. അത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഇങ്ങനെ 25%-ൽ കൂടുതൽ ഷെയർ കൊടുത്ത് ഒരു ഓഹരി ഉടമയെ കൊണ്ടുവരണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടി ഒരു കൺസെൻറ്റ് വേണം. കേന്ദ്ര ധനകാര്യ കമ്മിറ്റി മന്ത്രിയുടെ അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിൻ്റെ കൺസെൻറ്റ് വേണം. കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കൺസെൻറ്റ് വേണം. എന്തെന്നാൽ നമ്മൾ പഹൽഗാമും പിന്നെ അതുപോലെ തന്നെ സിന്ദൂർ ഓപ്പറേഷനൊക്കെ നടന്നപ്പോൾ സ്ട്രാറ്റജിക് പോയിന്റുകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിൽ. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കാശ്മീർ തുടങ്ങി പഞ്ചാബ്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ സ്ട്രാറ്റജിക് പോയിന്റുകളുണ്ട്, തന്ത്രപ്രധാനമായ. അതായത് എതിരാളികൾക്ക് കരയിലോട്ട് വരാനും കരവഴി ആക്രമണം നടത്താനും കടൽ വഴി വരാനും ഒക്കെ പറ്റുന്ന തന്ത്രപ്രധാനമായ സ്ഥലങ്ങളുണ്ട്. അതിലൊരു സ്ട്രാറ്റജിക് പോയിന്റാണ് വിഴിഞ്ഞം. അപ്പോൾ ആ സമയത്ത് വലിയ സേഫ് ഗാർഡാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ വിമാനത്താവളങ്ങൾക്ക് അലർട്ട് കൊടുക്കും പോലെ വിഴിഞ്ഞത്തിനും അന്ന് പോർട്ട് വരുന്നതേ ഉള്ളൂ, എന്നിട്ട് അലർട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അത്രയും തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തേക്ക് ഉള്ള ഒരു പോർട്ട് കിട്ടിയ ഓണർ 25% കൂടുതൽ ഷെയർ മറ്റൊരാളിന് കൊടുക്കുകയാണെങ്കിൽ 2-3 അനുമതികൾ വാങ്ങണം. ഒന്നാമത്തെ വിഷയം. അത് കേരള സർക്കാർ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പരാതി. രണ്ടാമത്തെ വിഷയം, ഇങ്ങനെ 49% ഓഹരി ഒരാൾ വാങ്ങിയാൽ അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു മൊണോപ്പൊളി ആയിരിക്കും സംഭവിക്കുന്നത്. അല്ലെങ്കിലും MSMൻ്റെ ആണ് 900 കപ്പൽ ഇപ്പോൾ വന്നു പോയത്, 1000-ഓളം കപ്പൽ വന്നു പോയത് MSMൻ്റെ കപ്പലാണ്. അപ്പോൾ വേറൊരു ഏജൻസിക്കും അവിടെ ഒരു കോമ്പറ്റീഷൻ കൊണ്ടുവരാൻ കഴിയത്തില്ല, മൊണോപ്പൊളി ഉണ്ടാകും. അതുപോലെ അപ്പോൾ തന്നെ ഈ കേരളത്തിന് ഇതിന് വികസനത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ സർക്കാരും ഈ സർക്കാരും ഒക്കെ പറയുന്നത് മിഷൻ സമുദ്ര, ഈ സർക്കാർ പറയുന്ന മിഷൻ സമുദ്ര വരും, കഴിഞ്ഞ സർക്കാർ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ അനുബന്ധ റോഡ് വരുന്നു, റെയിൽ വരുന്നു, റെയിൽ കണക്ടിവിറ്റി, റോഡ് കണക്ടിവിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ പറ്റും, കേരളത്തിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നു. അവിടെയൊക്കെ ഈ MSMൻ്റെ മൊണോപ്പൊളി ആയാൽ, ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രക്ചർ ഉണ്ടാകാതിരുന്നാൽ അത് ഗൗരവതരമായൊരു വിഷയമാകില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ഒരു മൊണോപ്പൊളി പോലെ ഒരു തീരം ഒരു കമ്പനിക്ക് കൊടുത്തു, ആ കമ്പനി മറ്റൊരു കമ്പനിക്ക് കൊടുത്ത്, 2 കമ്പനികൾ കൂടി ചേർന്ന് ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് കൊടുത്ത തീരത്തെ അന്താരാഷ്ട്ര തലത്തിൽ സ്വിറ്റ്സർലൻഡിലുള്ള ഒരു കമ്പനി ഈ കൂടി നടത്തിപ്പിൻ്റെ ഭാഗമായി 49% പണം കൊടുത്ത് വാങ്ങി സ്ട്രാറ്റജിക് പോയിന്റിൽ വന്ന് ഇത് ബിസിനസ് ചെയ്യുമ്പോൾ കുറേ ആശങ്കകൾ സ്റ്റേറ്റ് പറയുന്നു. ഈ ആശങ്കകൾ നമുക്ക് വളരെ കൃത്യമായി സ്റ്റേറ്റിൽ പിന്നെ നമുക്ക് കാണാം. എന്തായാലും വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഇതിനെ കേരള സർക്കാർ നോക്കിക്കാണുന്നതും. പ്രതിപക്ഷവും അതേ ആശങ്ക. കഴിഞ്ഞ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ചെറിയ ആളല്ല, 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. അദ്ദേഹവും അതേ ആശങ്ക, അദ്ദേഹം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിയമസഭയിൽ സംസാരിക്കുകയുണ്ടായി. അത് സംസാരിച്ചപ്പോൾ VD സതീശൻ ആ ആശങ്കകളെല്ലാം തന്നെ ശരിവെക്കുകയും അദ്ദേഹം 5 പോയിന്റുകൾ പറയുകയും ചെയ്തു. ഇതിന് ഒന്ന്, ഈ ഓണർഷിപ്പിൻ്റെ വിഷയം പറഞ്ഞു അദ്ദേഹം. അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റ്, ഇതിനകത്തുള്ളൊരു പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു. ഓവറാൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. നാഷണൽ സെക്യൂരിറ്റി വിഷയം പറഞ്ഞു. അങ്ങനെ 4-5 കാര്യങ്ങളിൽ VD സതീശനും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി.
എന്തായാലും വരും ദിവസങ്ങളിൽ ഗൗരവമായ ചർച്ചയായിരിക്കും. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും അദാനിയും വിസിലുമായിട്ടൊക്കെ നടക്കാൻ പോകുന്നത്. ഇതിനിടയിൽ മറ്റു ചില ആശങ്കകൾ കൂടെയുണ്ട്, അതുകൂടെ നമുക്ക് പറയാം. ഇങ്ങനെ ഒരു വിദേശത്തെ കമ്പനി കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കോട്ടുകാൽ മുതൽ അടിമലത്തുറ വരെയുള്ള തീരപ്രദേശത്തിന് എന്ത് സംഭവിക്കും? തീരപ്രദേശത്തിന് തൊട്ട് ചേർന്നിരിക്കുന്ന തീരം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, തീരത്ത് ഇറങ്ങി പ്രയോജനമല്ല, അത് കാണാനും അതിൻ്റെ ആസ്വാദനവും ഒക്കെ വെച്ചുകൊണ്ടുള്ള മനോഹരമായ കുറേ റിസോർട്ടുകൾ അവിടെയുണ്ട്. ആ റിസോർട്ടുകൾക്ക് എന്ത് സംഭവിക്കും? റിസോർട്ട് ഉടമകൾക്ക് എന്ത് സംഭവിക്കും? അതായത് അവർ ഇനി എന്ത് ബിസിനസ് ചെയ്യും? അതിനെ ചുറ്റിപ്പറ്റി കഴിയുന്ന കുറേ ജനങ്ങളുണ്ട്, തൊഴിലെടുത്ത് ജീവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം എന്ത് സംഭവിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കയും വളരെ വലുതാണ്.